ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഇത് എല്ലാവർക്കും അങ്ങനെയാണ്. ആളുകൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുന്നത് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്നിട്ട് അതിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽബട്ടൺ അമർത്തണേ, എന്റെ ഒപ്പം കൂടണേ. അതൊന്നും വേണ്ട, നിങ്ങൾ തുടങ്ങിക്കോ, അള്ളാഹുവിന് വേണ്ടി തുടങ്ങിക്കോ. ഒരു ദഅവത്ത് ചെയ്യാൻ, ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുക്കാം. കൂടുതലും കൂടിക്കോട്ടെ, ഒഴിഞ്ഞു പോകണല്ലോ ഒഴിഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് പടച്ചവന് വേണ്ടി ചെയ്യാം. എന്തായി പോവരുത്. ഫെയിം ഇതൊരു വലിയ അപകടമാണ്. ഇപ്പൊ നമ്മ ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും ഒക്കെ കണ്ടുവരുന്ന വലിയൊരു ഡേഞ്ചറാണത്. എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കോളം നോക്കിയിരിക്കുക, എത്ര ലൈക്കായി എത്ര ഷെയർ ചെയ്തു. അതിന് ഉറക്കില്ല. നേരം വെളുക്കോളം എന്റെ പോസ്റ്റിന് ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ തുറന്നു നോക്കി. ഇപ്പൊ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ അല്ലെ, സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി. അതൊരു അസുഖമാണ്. ഇതൊരു അസുഖമാണ്. ഇത് ഫെയിമിന്റെ അസുഖം തന്നെ പറയാം. ഫേമസ് ആവാനുള്ള അസുഖം. ഞാൻ അറിയപ്പെടണം, എന്റേതെല്ലാവരും കാണണം, എന്റേതെല്ലാവരും കേൾക്കണം. ഇതൊരു വലിയ അസുഖമാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരില്ല. റബ്ബേ, ഞാൻ ഇക്കണക്കിന് ഒരു സ്റ്റാറ്റസ് ഇട്ട് എന്റെ സ്റ്റാറ്റസ് ഓള് നോക്കിയില്ലല്ലോ, അപ്പോൾ എന്റെ ശത്രു എന്നെ ഉറപ്പിച്ചു. ഇതൊരു അസുഖമാണ്.